നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചനാ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. വളരെ രുചികരമായിട്ടുള്ളൊരു വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറി, അതാണ് ഈ ചനാ മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വന്നാലോ നമുക്ക്. മുന്നൂറ് ഗ്രാം വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഏകദേശം 8 മണിക്കൂർ. അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 സവോള കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. സ്വല്പം വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ അത് ഇതുപോലെ കിട്ടില്ല കേട്ടോ. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ സ്വല്പം ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച മിശ്രിതം, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. സവോളയിലെ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരുന്നതോടുകൂടി വേണം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ. അപ്പോൾ അത് 15 മിനിറ്റോളം വഴറ്റിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് വഴറ്റി തുടങ്ങാം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അതിൽ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. കടല 5 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെന്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലെ വെന്താലാണ് നമുക്ക് ഈ കടലയുടെ ഉള്ളിലേക്ക് മസാല പിടിക്കുകയുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ വേവിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുക. നമ്മുടെ സവോള ഏകദേശം ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരുവിധം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കളറായതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മസാല ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഒന്നുകിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ചന മസാല. ഇത് ചന മസാല നമ്മുടെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്, അതില്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ. അത്രയും ചേർത്തിട്ടൊരു 30 സെക്കൻഡ് നേരം ഒന്നുകൂടി വഴറ്റിയെടുക്കാം. സ്വല്പം ചുടുവെള്ളം ഈ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. മെല്ലെ മെല്ലെ വഴറ്റിയാൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിന് വീണ്ടും ഇത് ഡ്രൈ ആവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു രീതിയിലുള്ളൊരു ബ്രൗണിഷ് കളറായിട്ട് മാറും. അതിനുശേഷം നമ്മൾ ഇവിടെ തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ ഉള്ളി, സവോള അരച്ച് വെച്ച അതേ രീതിയിൽ ഇതും അരച്ച് വയ്ക്കുക. സ്വല്പം വെള്ളം ചേർത്തിട്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ തക്കാളിയുടെ വെള്ളം ഡ്രൈ ആവുന്നതുവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല രീതിയിലൊരു ബ്രൗണിഷ് കളറായിട്ടും മാറി വരുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുവരേക്കും വഴറ്റിക്കൊണ്ടേയിരിക്കുക. നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരുപാട് നേരം പിടിക്കും. വഴറ്റിയിട്ടാണ് അവരുണ്ടാക്കുക. ഇനി നമുക്ക് ഈ കടല വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, വെള്ളത്തോട് കൂടിയിട്ട്. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്വല്പം തിക്നെസ് കൂടുതലാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നുകൂടി വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. വെള്ളം സ്വല്പം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കാരണം അത്യാവശ്യം തിക്കോട് കൂടിയിട്ടാണ് ഇതിരിക്കുന്നത്. ഒരു സ്വല്പം കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിനി ഒരു 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് അവസാനത്തിൽ നല്ല രീതിയിൽ ഗ്രേവി കിട്ടും. അപ്പോൾ വീണ്ടും ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കുകയാണ്. അതിലിടയ്ക്ക് നമുക്കൊരു 5 മിനിറ്റ് ആയാൽ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടില്ല, കാരണം അത്യാവശ്യം ഗ്രേവി കൂടുതലാണിതിൽ. അപ്പോൾ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കേണ്ടതായിട്ട് വരും. ഈ 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിലെ കുറച്ച് കടലകളൊന്ന്
ക്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ഗ്രേവിക്ക് തിക്ക് കൂട്ടാം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് കടല എടുത്തിട്ട് നമുക്കൊരു മിക്സിയിൽ അരച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രഷ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചാൽ നമ്മുടെ കടല നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരിക്കും. ഗ്രേവി എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. സുന്ദരമായിട്ടുള്ള ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ചന മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ്. പൊറോട്ട, ചപ്പാത്തി ഇതിലേക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ. ബായ്.